എല്ലാവർക്കും നമസ്കാരം. സേഫ്പാൽ ഡീസെൻട്രലൈസ്ഡ് ക്രിപ്റ്റോ വാലറ്റ് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നത്, എങ്ങനെയാണ് വാലറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ആദ്യം നമ്മൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. അതിനകത്ത് സെർച്ച് ഓപ്ഷനിൽ ടച്ച് ചെയ്തതിന് ശേഷം മുകളിൽ സെർച്ച് ബാറിനകത്ത് സേഫ്പാൽ എന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സേഫ്പാൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഇവിടെ സെർച്ച് കൊടുക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ വരും. അതിനകത്ത് സേഫ്പാൽ എന്നുള്ള ആ ക്രിപ്റ്റോ വാലറ്റിൻ്റെ ഇൻസ്റ്റാൾ എന്നുള്ള ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അത് ഇൻസ്റ്റാൾ ആകുന്നതുവരെ ഒന്ന് ഓക്കെ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ആ ഓപ്പൺ എന്ന് പറയുന്ന ആ ഒരു ബട്ടണിൽ ടച്ച് ചെയ്യുക. ഓപ്പൺ ബട്ടണിൽ ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും ആദ്യം വരുന്നത്. അതിനകത്ത് നമ്മൾ അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസിൻ്റെ എഗ്രി ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് കൊടുക്കുക. ശേഷം നമുക്ക് 1 മുതൽ 6 അക്കങ്ങൾ വരെയുള്ള ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓർത്തിരിക്കുന്ന ഒരു പാസ്വേഡ് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇവിടെ എക്സാമ്പിൾ ഞാൻ 1 മുതൽ 6 വരെ ടൈപ്പ് ചെയ്യുന്നു. ഓക്കെ, അത് കൺഫേം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒന്നുകൂടി അത് ആവർത്തിക്കുക. ശേഷം നമുക്കിവിടെ ഫിംഗർ പ്രിൻ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഫിംഗർ പ്രിൻ്റ് കൊടുക്കുക. ആ ഫിംഗർ പ്രിൻ്റ് കൊടുത്ത് അത് ആക്ടിവേറ്റഡ് ആയിട്ടുണ്ട്, ഫിംഗർ പ്രിൻ്റ് ആക്ടിവേറ്റഡ് ആയിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ സ്റ്റാർട്ട് സേഫ്പാൽ ജേണി എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം. ജസ്റ്റ് അതിനകത്തൊന്ന് ടച്ച് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ 2 ഓപ്ഷൻസ് അവിടെ വരും, സോഫ്റ്റ്വെയർ വാലറ്റ്, ഹാർഡ്വെയർ വാലറ്റ്. അപ്പോൾ നമുക്ക് വേണ്ടത് സോഫ്റ്റ്വെയർ വാലറ്റ് ആണ്. നമ്മൾ എന്ത് ചെയ്യുക, ആദ്യത്തെ ആ ഓപ്ഷൻ ടച്ച് ചെയ്യുക, സോഫ്റ്റ്വെയർ വാലറ്റ് എന്നുള്ളതിനകത്ത് ടച്ച് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് ഓപ്ഷൻസ് വരും. അതിനകത്ത് നമുക്കൊരു ന്യൂ വാലറ്റാണ് ക്രിയേറ്റ് ചെയ്യേണ്ടതുള്ളത്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുക, ക്രിയേറ്റ് എ ന്യൂ വാലറ്റ്. അതിനകത്ത് നമ്മൾ ടച്ച് ചെയ്യുക. അപ്പോൾ നമ്മൾ ആദ്യം അടിച്ച ആ പാസ്വേഡ് അവിടെ ചോദിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആ പാസ്വേഡ് ഒന്നുകൂടി നമ്മളവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം ഇങ്ങനെ ഒരു പേജായിരിക്കും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇവിടെ നമുക്കൊരു വാലറ്റ് നെയിം ആവശ്യമാണ്. നിങ്ങൾ ചെയ്യുന്ന പ്രോജക്റ്റിൻ്റെ നെയിം അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ എക്സാമ്പിളിന് വേണ്ടിയിട്ട് ABCD എന്നുള്ള ഒരു വാലറ്റ് നെയിമാണ് ഇവിടെ കൊടുക്കുന്നത്. അത് കൊടുത്തതിന് ശേഷം നിങ്ങളിവിടെ കണ്ടിന്യൂ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക. വാലറ്റ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ന്യൂമോണിക് കോഡ്, ഈ 12 കോഡ് വരുന്നതിനെ നമ്മൾ എഴുതി സൂക്ഷിക്കുക, അല്ലെങ്കിൽ അത് സേഫായിട്ട് സൂക്ഷിക്കുക. ആ കോഡ് നമുക്ക് ആരുടെയെങ്കിലും കൈവശം പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ വാലറ്റ് അവർക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് അത് രഹസ്യമായിട്ട് നിങ്ങൾ സൂക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 2 ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. ബാക്കപ്പ് മാനുവലിയും ബാക്കപ്പ് ടു ഗൂഗിൾ ഡ്രൈവ് എന്ന് പറയുന്നുള്ള 2 ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് ആവശ്യം ബാക്കപ്പ് മാനുവലിയാണ്. ആ ബാക്കപ്പ് മാനുവലിയുടെ റൈറ്റ് സൈഡിലായിട്ട് ഒരു 3 ഡോട്ടുകൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ആ 3 ഡോട്ടിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുക. അങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു 12 കോഡുകൾ അവിടെ കാണാനായിട്ട് സാധിക്കും. ഈ 12 കോഡുകൾ നിങ്ങളൊരു ഫോണിൽ ഫോട്ടോ എടുക്കുക, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതൊരു ബുക്കിലോ എന്തെങ്കിലും ആ സ്പോട്ടിൽ തന്നെ നിങ്ങൾ എഴുതി വെക്കാനും കൂടി ശ്രമിക്കുക. കാരണം ഇതൊരിക്കലും നഷ്ടപ്പെട്ടു പോകാൻ ഇടയാകരുത്. അങ്ങനെ നിങ്ങളത് ഫോട്ടോ എടുത്തതിന് ശേഷം പിന്നീട് അതിൻ്റെ താഴെ നിങ്ങൾക്ക് നെക്സ്റ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. ആ നെക്സ്റ്റിൽ നമ്മളൊന്ന് ടച്ച് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, ഇതുപോലെ ഓർഡർ തെറ്റിയിട്ടായിരിക്കും നിങ്ങൾക്ക് അവിടെ ഈ ന്യൂമോണിക് കോഡുകൾ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അതിനെ കറക്റ്റായിട്ട് ഓർഡറിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടിയുള്ളത്. അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ഓർഡർ തെറ്റി കാണുന്നതിനെ നമ്മൾ എന്ത് ചെയ്യുക, ഓർഡറിലേക്ക് ആക്കി കൊടുക്കുക. ഓക്കെ, ഓർഡറിലാക്കി കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് എന്താ ചെയ്യുക, ആ വെരിഫൈ എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ ഉണ്ടാവും. ആ വെരിഫൈയിൽ ഒന്ന് ടച്ച് ചെയ്യുക. ആ വെരിഫൈ എന്ന് പറയുന്ന ഓപ്ഷനിൽ നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പേജായിരിക്കും വരുന്നത്. അതായത് സ്റ്റാർട്ട് യൂസിങ് വാലറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ആയിരിക്കും നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. നമ്മുടെ ബാക്കപ്പ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി എന്ത് ചെയ്യുക, ആ സ്റ്റാർട്ട് യൂസിങ് വാലറ്റ് എന്നുള്ളതിൽ നമ്മൾ ടച്ച് ചെയ്യുക. അങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ നമുക്കിവിടെ നോട്ടിഫിക്കേഷൻ അലോ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മളവിടെ അലോ കൊടുക്കുക. അപ്പോഴേക്കും നമ്മുടെ വാലറ്റ് അവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ സേഫ്പാൽ വാലറ്റ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ.